Hello guys, welcome to my channel. ഇന്ന് നമ്മൾ കീം PYQ സോൾവിംഗിൽ ചാപ്റ്റർ ആപ്ലിക്കേഷണൽ ഡെറിവേറ്റീവ്സിൽ പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. Guys, first question on the screen. Okay, f of x equal to pi cos x plus x square. We have to find the value of c where c is belonging to 0 to pi, where f attains its local maximum, local minimum. ഒരു സാധനത്തിൻ്റെ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം കണ്ടുപിടിക്കാൻ പറയാം. ഉടനെ നമ്മൾ എഴുതിക്കോണം f dash of x equal to 0 ആയിരിക്കണം. ഓക്കെ, ഈ കേസിൽ സി ആണ് കണ്ടുപിടിക്കുന്നത്. സി ഈ എക്സിൻ്റെ വാല്യൂ ആണ്. സോ നമുക്ക് സിന് എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, നൗ നമ്മളിതിനെ ഡെറിവേറ്റീവ് എടുക്കുകയാണ്. എഫ് ഡാഷ് എക്സ് ആദ്യം എടുക്കുകയാണ്. എഫ് ഡാഷ് എക്സ് എന്തുവാണ്? മൈനസ് പൈ സൈൻ എക്സ് പ്ലസ് 2x. ഇനി ദാറ്റ് ഇസ് ഇക്വേറ്റഡ് ടു 0. ഈ എക്സ് മാറി സി ആയി മാറും. ഓക്കെ, നൗ ഐ വോണ്ട് ടു ആസ്ക്, ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സിയുടെ വാല്യൂ എന്താണ്? ഓക്കെ, ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. നമുക്ക് സി 0നും പൈനും ഇടയ്ക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓപ്ഷൻസ് ഉണ്ടാവില്ല. കീമിൻ്റെ എക്സാമിന് ഉറപ്പായിട്ട് ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസിൽ നിങ്ങൾ ഓരോന്ന് സിക്ക് ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇവിടെ നമ്മൾ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് π/2 ഇട്ട് കൊടുക്കുക. സിക്ക് π/2 ഒരു ഓപ്ഷനിലെ ഒരു സാധനമാണ്. സിന് π/2 ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഇത് 1 ആയി മാറും. π/2 മൈനസ് പൈ പ്ലസ് പൈ ഈക്വൽ ടു 0 ആയിട്ട് മാറും. സോ ദ വാല്യൂ ഓഫ് ദ ആൻസർ ഈസ് π/2. ദ വാല്യൂ ഓഫ് സി വിൽ ബി π/2. ഓക്കെ ഓക്കെ, ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൺ ദ ബോർഡ്. ഇവിടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5 അല്ല x⁵5 e⁻⁻x. ഇത് ഇൻക്രീസിങ് ആണ്. ആ ഇൻ്റർവെൽ കണ്ടുപിടിക്കണം. ഓക്കെ, നേരത്തെ നമ്മൾ മാക്സിമം മിനിമം ലോക്കൽ പോയിൻറ്റ്സ് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ഒക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 എടുക്കണം. ഈക്വൽ ടു 0 എടുക്കണം. ഇവിടെ ഇൻക്രീസിങ് ആയതുകൊണ്ടാണ് എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 നമ്മൾ എടുക്കുന്നത്. ഡിക്രീസിങ് ആയിരുന്നെങ്കിൽ എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 നമ്മൾ എടുത്തേനെ. ഓക്കെ, സോ ഇവിടെ ഇൻക്രീസിങ് ആണ്. അപ്പോൾ അത് നമുക്ക് ആദ്യം എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കാം. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇത് ഗ്രേറ്റർ ദാൻ 0 ആണ്. നമുക്ക് വെളിയിലെടുക്കാം. e⁻⁻x വെളിയിലെടുത്ത് കഴിഞ്ഞാൽ x⁴ e⁻⁻x വെളിയിലെടുത്ത് കഴിഞ്ഞാൽ 5 മൈനസ് എക്സ്, ശരിയല്ലേ? യാ, ആൻഡ് ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, ഇത് 1/e⁻x ആണ്. ഇത് എന്തായാലും പോസിറ്റീവ് ആയിരിക്കും. ഇത് പോസിറ്റീവ് ആയിരിക്കും. ഈ x⁴ഉം എന്തായാലും പോസിറ്റീവ് ആയിരിക്കും. പിന്നെ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ 5 മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. 5 ഗ്രേറ്റർ ദാൻ എക്സ് ആയിരിക്കണം. എക്സ് ലെസ് ദാൻ 5 ആയിരിക്കണം. എക്സ് ലെസ് ദാൻ 5 വരുന്ന ഏതൊക്കെയാണ്? എക്സ് ലെസ് ദാൻ 5 ദിസ് ഓപ്ഷൻ 2, 3, 4. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇതിൽ നമ്മൾ സൂക്ഷിക്കണം. ഇൻക്രീസിങ് എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിട്ടാണ് എടുക്കേണ്ടത്. ഓക്കെ, ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 എടുക്കേണ്ടത്. ഓക്കെ, thank you. Next, come to next question on the board. So function f of x നേരത്തെ പോലത്തെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. f of x equal to x³ e⁻x is increasing in the interval. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ഉപയോഗിക്കുന്നത്? എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ഉപയോഗിക്കണം. എഫ് ഡാഷ് എക്സ് എടുക്കുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഗ്രേറ്റർ ദാൻ 0 e⁻x വെളിയിലെടുത്തു, x³ വെളിയിലെടുത്തു. സോ നമുക്ക് കിട്ടുന്ന 1 പ്ലസ് ഓ മൈ ഗാഡ് x² വെളിയിലെടുത്തു. അപ്പോൾ x പ്ലസ് 3 ഗ്രേറ്റർ ദാൻ 0, x ഗ്രേറ്റർ ദാൻ -3, x ഗ്രേറ്റർ ദാൻ -3 ആയിട്ടുള്ള ഓപ്ഷൻ സി ആണ്. ആൻഡ് ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. യു ഗോട്ട് ഇറ്റ് റൈറ്റ്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദിസ് പ്രോബ്ലം ഗൈസ് ഈസ് എ വെരി സിമ്പിൾ പ്രോബ്ലം. കാരണം നമുക്ക് ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷനാണ് ഓൾറെഡി തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഡെറിവേറ്റീവ് പോലും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഇത് നോക്കുക. ഇൻക്രീസിങ് എന്ന് കാണുന്നു. ഇൻക്രീസിങ് എന്ന് കാണുമ്പോൾ എന്തായിരിക്കും? എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. സോ ദിസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 5 ആയിരിക്കണം. അതുപോലെ തന്നെ √x² പ്ലസ് 4ഉം പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, സോ എക്സ് ഗ്രേറ്റർ ദാൻ 5 to infinity വന്നു. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് എ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. യാ, ദാറ്റ് ഈസ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഗൈസ്. വാട്ട് സിമ്പിൾ പ്രോബ്ലം ദിസ് ഇസ്. Okay, so
ദിസ് ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിനിമം വാല്യൂ ഓഫ് ഈ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. എക്സ് അല്ല കണ്ടുപിടിക്കേണ്ടത്, ഈ ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ആദ്യം എക്സ് കണ്ടുപിടിച്ചിട്ട് എക്സ് ഇട്ട് കൊടുക്കണം. ഓക്കെ, സോ ആദ്യം നമുക്ക് മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമുക്ക് എപ്പോഴും അറിയാം എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കണം. അവിടെ മിനിമം തന്നിരിക്കുന്നത് ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ അല്ല. അപ്പോൾ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് കിട്ടും 6x² - 18x + 12 ഈക്വൽ ടു 0. ഇതിൽ x² - 3x + 2 ഈക്വൽ ടു 0, x ഈക്വൽ ടു 1 ആൻഡ് 2x ഈക്വൽ ടു 2 വിൽ സാറ്റിസ്ഫൈ ദിസ് ഇക്വേഷൻ. നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ ചെയ്യുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x ഈക്വൽ ടു 1 2 ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇനി നമുക്കറിയണം മിനിമം വാല്യൂ എവിടെ കിട്ടുന്നതെന്ന്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് എഴുതി വെച്ചേക്കുന്നത്. സെക്കൻഡ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ദാറ്റ് ഈസ് എ പോയിന്റ് ഓഫ് മിനിമം. സെക്കൻഡ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആണെങ്കിൽ ദാറ്റ് ഈസ് എ പോയിന്റ് ഓഫ് മാക്സിമം. അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് ഈ ഓരോ വാല്യൂ ഇട്ട് കൊടുക്കണം. ആദ്യം നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പോകണം. സോ ഇതിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്തായിരിക്കും? നമുക്ക് ഇതിൻ്റെ തന്നെ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം, കാരണം രണ്ട് സെയിം ആയിരിക്കുമല്ലോ. സോ 2x - 3 ആണ് ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ്. നമുക്ക് മിനിമം ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ദിസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. ഇത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണമെങ്കിൽ ഇതിലത്തെ ഏത് വാല്യൂ ആയിരിക്കണം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവുക? x ഈക്വൽ ടു 2 ആയിരിക്കണം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവുക. സോ മിനിമം വാല്യൂ കിട്ടുന്നത് x ഈക്വൽ ടു 2-നാണ്. x ഈക്വൽ ടു 2 ഈക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കിത് കിട്ടും 16 - 36 28. അപ്പോൾ ഇത് 44 - 36. What? Yeah guys, the answer is option E, 8 is the answer. Okay, now let's move to next question. Okay, ഇതിൽ ഈ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇത് ഡിക്രീസിങ് ആവുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഡിക്രീസിങ് ആണെങ്കിൽ എഫ് ഡാഷ് എക്സ് എന്തായിരിക്കണം? ലെസ് ദാൻ 0 ആയിരിക്കണം. ഓക്കെ, എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കുക. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ലെസ് ദാൻ 0 ആയിരിക്കണം. ഇ റേസ്ഡ് എക്സ് വെളിയിലെടുത്തു. x² + 2x - 3 ലെസ് ദാൻ 0. ഓക്കെ, അതായത് ഈനകത്തെ സാധനം ലെസ് ദാൻ 0 ആയിരിക്കണം. അതിനകത്തെ സാധനം ലെസ് ദാൻ 0 ആവാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷൻ ഗൈസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പോലെ സോൾവ് ചെയ്താൽ മതി. നമ്മൾ ഓരോന്ന് ഇട്ട് കൊടുക്കാം. -3 ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും 9 - 6 - 3 ഈക്വൽ ടു 0 ആവാണ്. ഡിക്രീസിങ് ആണ് ചോദിച്ചത്. ഈക്വൽ ടു 0 ആൻഡ് 1 ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഈക്വൽ ടു 0. സോ നമുക്ക് പോയിൻറ്റ്സ് കിട്ടി. എന്തൊക്കെയാണ് പോയിൻറ്റ്സ്? -3ഉം 1ഉം ആണ് പോയിൻറ്റ്സ്. ഓക്കെ, നമ്മുടെ വി കർവ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ലെസ് ദാൻ 0 കണ്ടുപിടിക്കണം. ഓക്കെ, നൗ നമ്മൾ 0 ഇട്ട് കൊടുക്കുകയാണ്. 0 ഇട്ട് കൊടുക്കുമ്പോൾ മൈനസ് കിട്ടുന്നു. സോ ദിസ് ഇസ് ഡിക്രീസിങ്, ദിസ് ഇസ് ഇൻക്രീസിങ്, ദിസ് ഇസ് മൈനസ് ആണെങ്കിൽ ഓൾട്ടർനേറ്റീവ്ലി പ്ലസും മൈനസ് ആയിട്ട് വരുന്നതുകൊണ്ട് മൈനസ് ആണെങ്കിൽ രണ്ട് സ്ഥലത്തും പ്ലസ് ആയിരിക്കും. ഇനി ഡിക്രീസ് ചെയ്യുന്ന എവിടെയാണ് നോക്കണം. ഡിക്രീസ് ചെയ്യുന്ന എവിടെയാ? ഡിക്രീസ് ഇത് -∞, ഇത് +∞. ഇത് ലെസ് ദാൻ 0 ആയിരിക്കുന്നത് എവിടെ? -3 to 1. ഓപ്ഷൻ E is the correct answer. Let me check. Yes guys, option E is the correct answer. അങ്ങനെ നമ്മുടെ ഈ ആൻസർ ശരിയായി ഗൈസ്. ഇതിൽ എനിക്ക് ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇതുണ്ടോ, ഇത് നൈസല്ലേ. നമ്മൾ വേവി കർവ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിലെ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുന്നു. ഈക്വൽ ടു 0 ആക്കുന്ന പോയിൻറ്റ്സ് കണ്ടുപിടിക്കുന്നു. അതാണ് 1 - 3 നമ്പർ ലൈനിൽ വരയ്ക്കുന്നു. എന്നിട്ട് ഈ പോർഷനിലകത്ത് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ഇതിൽ ഏത് നമ്പർ ആണെങ്കിലും അതിൻ്റെ നെഗറ്റീവ് വാല്യൂ, ഇതിൽ ഏത് വാല്യൂ ഓഫ് എക്സ് ഇതിനകത്ത് ഇട്ട് കൊടുത്താലും ഈ ഇക്വേഷൻ നെഗറ്റീവായിട്ടേ വരത്തുള്ളൂ. അതായത് അതിൻ്റെ ഒരു വാല്യൂ ആണ് 0. ഇതിനകത്ത് ഒരു വാല്യൂ അല്ലേ 0 ഇട്ട് കൊടുത്തപ്പോൾ -3 ആണ് വന്നത്. സോ ദിസ് ഇസ് വെരി നെഗറ്റീവ്. ഇത് നെഗറ്റീവ് ആണെങ്കിൽ എപ്പോഴും ഇത് പോസിറ്റീവ് ആയിരിക്കും. അതെപ്പോഴും ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. നെഗറ്റീവാണ് ഡിക്രീസിങ്. ലെസ് ദാൻ 0 ആകുമ്പോഴല്ലേ ഡിക്രീസിങ്. ലെസ് ദാൻ 0 ആവുന്ന ഇവിടെ. സോ -3 to +1 ഈസ് ദ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ ഗൈസ്, ടുഡേസ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓൺ ദ ബോർഡ്. ഇവിടെ മാക്സിമം വാല്യൂ ഓഫ് ദിസ് ഫംഗ്ഷൻ ഈസ് അറ്റൈൻഡ് അറ്റ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ മാക്സിമം വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റേ മാക്സിമം മിനിമം ഒക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആയിട്ട് എടുക്കണം. എന്നിട്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തിട്ട് മാക്സിമം ആണെങ്കിൽ d²x/dx² ലെസ് ദാൻ 0 ആയിരിക്കും. മാക്സിമത്തിന് ലെസ് ദാൻ 0. ആദ്യം എഫ് ഡാഷ് ഓഫ് എക്സ് എടുക്കുക. സോ 3 2 6x² - 30x + 36 = 0. 6 വെട്ടിയ
x square minus 5x plus 6 equal to 0. Here x equal to 3 and x equal to 2. വരത്തില്ലേ ഒന്ന് നോക്കിയേ 3 square 9 minus 15 plus 6. Yeah, x equal to 3 and x equal to 2. എന്നിട്ട് ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക. ഇതിൻ്റെ ഇടയിൽ എടുത്താലും മതി. 2x minus 5 ഇത് നമുക്ക് എന്തായിരിക്കണം ലെസ് ദാൻ 0 ആയിരിക്കണം. 2x minus 5 ലെസ് ദാൻ 0 ആവുന്ന കണ്ടീഷൻ x equal to 2 ആണ്. ആൻഡ് ദ ആൻസർ ഈസ് ഓപ്ഷൻ D. Okay guys, that's it for today's PYQ solving, and this is the chapter derivation application of derivatives. Okay, എല്ലാവർക്കും നന്ദി. Okay guys, good luck with your exams and preparations. Bye bye.